ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ ആണ്. LGS, LDC ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരാവുന്ന പോയിന്റുകളാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിത എന്ന് പറയുന്നത് നെല്ലിസൺ ഗുപ്തയാണ്. നെല്ലിസൺ ഗുപ്ത 1933 കൊൽക്കത്ത സമ്മേളനത്തിലാണ് അവർ അധ്യക്ഷയാകുന്നത്. അവരുടെ യഥാർത്ഥ പേര് എഡിത്ത് എല്ലഗ്രേ ആണ്. എഡിത്ത് എല്ലഗ്രേ ആണ് അവരുടെ യഥാർത്ഥ നാമധേയം. ഇനി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം ആണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. അപ്പോൾ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനാകുന്ന ആദ്യ സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം. 1929 ഡിസംബർ 31 ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി. അതുപോലെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് 1929 ഡിസംബർ 31. അതുപോലെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇനി 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ദാദാഭായി നവറോജി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3 തവണ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ദാദാഭായി നവറോജി ആണ്. 1886 കൊൽക്കത്ത സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 കൊൽക്കത്ത സമ്മേളനം. അപ്പൊ ഇത് 2 കൊൽക്കത്ത സമ്മേളനമാണ്. 1886 1906. 1893 ലാഹോർ സമ്മേളനം ആയിരുന്നു. 1886 സമ്മേളനത്തിൽ 434 പ്രതിനിധികൾ പങ്കെടുത്തു. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ദാദാഭായി നവറോജി. ഇനി സ്വരാജ് എന്ന ആവശ്യം ആദ്യം ഉന്നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റാണ് ദാദാഭായി നവറോജി. 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആവശ്യപ്പെട്ടത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിക്കും. ഹഡ്സൺ പ്രഭു ആണ് ഇങ്ങനെ പറഞ്ഞത്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഹഡ്സൺ പ്രഭു ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ് എന്ന് ചോദിക്കും. ബാരിസ്റ്റർ GP പിള്ള ആണ്. ബാരിസ്റ്റർ GP പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രമേയം അവതരിപ്പിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിക്കുന്നത് G. സുബ്രഹ്മണ്യ അയ്യർ ആണ്. അപ്പൊ 1906 സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ദാദാഭായി നവറോജി ആയിരുന്നു. 1886 1893 നടന്ന സമ്മേളനങ്ങളിലും അധ്യക്ഷസ്ഥാനം വഹിച്ചത് ദാദാഭായി നവറോജി ആയിരുന്നു. 2 കൊൽക്കത്ത സമ്മേളനങ്ങളും 1 ലാഹോർ സമ്മേളനവുമായിരുന്നു. 1893 ലാഹോർ സമ്മേളനവും 1886 1906 കൊൽക്കത്ത സമ്മേളനവും ആയിരുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ദക്ഷിണ ഇന്ത്യക്കാരൻ ആരായിരുന്നു എന്ന് ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ദക്ഷിണ ഇന്ത്യക്കാരൻ P. ആനന്ദ ചാർലു ആയിരുന്നു. 1891 നാഗപ്പൂർ സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷം വഹിച്ചത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ദക്ഷിണ ഇന്ത്യക്കാരൻ P. ആനന്ദ ചാർലു ആണ്. ഏത് സമ്മേളനത്തിലാണ്? 1891 നാഗപ്പൂർ സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷനാകുന്നത്. ഇനി 2 തവണ തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്
റാഷ് ബിഹാരി ഘോഷ് ആണ്. 1907 സൂററ്റ് സമ്മേളനത്തിലും 1908 മദ്രാസ് സമ്മേളനത്തിലുമാണ് അദ്ദേഹം തുടർച്ചയായി പ്രസിഡന്റ് ആയത്. 1907 സൂററ്റ് സമ്മേളനത്തിലും 1908 മദ്രാസ് സമ്മേളനത്തിലുമാണ് റാഷ് ബിഹാരി ഘോഷ് പ്രസിഡന്റ് ആയത്, തുടർച്ചയായി പ്രസിഡന്റ് ആയത്. സൂററ്റ് സമ്മേളനത്തിലാണ് കോൺഗ്രസിൽ പിളർപ്പ് ആദ്യമായിട്ട് വന്നത്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞു. മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ട് വിഭാഗം ഉണ്ടായത് സൂററ്റ് സമ്മേളനത്തിലെ സ്പ്ലിറ്റ് മൂലം ആണ്. അതിനെ സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു ഔദ്യോഗിക ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യ സമ്മേളനം കോൺഗ്രസ് സമ്മേളനം 1908 മദ്രാസ് സമ്മേളനം ആയിരുന്നു. അവസാനമായിട്ട് പറയാനുള്ളത്, ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിക്കും. 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. പ്രസിഡന്റ് ആയതല്ല, ആദ്യമായി പങ്കെടുത്ത സമ്മേളനം ബങ്കിപ്പൂർ സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം ആണ്. ഇത്രയും പോയിന്റുകളാണ് ഇതിൽ പറയുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.